ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ. ഞാനിവിടെ ഈ വാഴൻ്റെ ഇലയൊക്കെ മുറിച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ എന്താണ് ഇന്നത്തെ പരിപാടി എന്നിങ്ങനെ ആലോചിച്ചില്ലേ? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ ഇന്ന് എന്തായിരിക്കുന്നു? ഓ, മാങ്ങയായി, വാഴൻ്റെ ഇലയായി. ഇന്ന് പൊതിച്ചോറുണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ നല്ല വേനൽക്കാലമായതുകൊണ്ട് നല്ല ചളിയാണ് ഇതിൽ. ഒറ്റ എഴുതേണ്ടി വരും. നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബറില്ലേ, അതൊക്കെ വെച്ചിട്ടൊക്കെ എഴുതേണ്ടി വരും. അതൊക്കെ ഇല കീറുമെന്തോ. വിഷുവിന് നിറയെ നാട്ടിൽ മുറിച്ച കാരണം നമ്മൾ സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇല കുറവാണ്. കീറി എൻ്റെ കഴുകൽ കാരണം ചെയ്യും. അതിന് വേറൊരു ഇല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതിനോട്. ഇന്ന് എന്തൊക്കെയുള്ളതെന്നറിയോ? മീൻ വറുത്തത്, ഇത് പയറുപ്പേരി, അതിനിപ്പോൾ വെള്ളത്തിലിടണം. പിന്നെ മാങ്ങാ ചമ്മന്തി, ഇത് പയറുപ്പേരി വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളി, അതൊക്കെ നന്നാക്കണം. ഇതൊക്കെ ഇപ്പോൾ വെള്ളത്തിലേക്ക് കഴുകാൻ വേണ്ടി ഇടണം. പിന്നെ മീനൊക്കെ നന്നാക്കി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വരാം. അപ്പോൾ തുടങ്ങിയിട്ട് കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കാണിച്ചതാണ്. ഇനി ഇതൊക്കെ നന്നായിട്ട് കയറണം. ഇനി വീയാനും കീറും എന്തോ, ഞാൻ കഴുകിയാൽ അതൊക്കെ കീറും. ഇതിൽ നിറച്ച് ചളിയാണ്. ഇത് എന്ത് മീനാണെന്നറിയോ? ഇത് ഞാൻ വാഴയില കഴുകിയിട്ട് കാണിക്കാട്ടാ. ഈ മീൻ എന്താ? ഇത് സീഡി മീൻ അല്ല, സീഡി മീൻ എന്നാണ് പറഞ്ഞത്. എന്ത് സീഡി മീൻ? ഇത് വട്ടത്തിലുള്ള കാരണമായിരിക്കും ചിലപ്പോൾ സീഡി എന്നൊക്കെ പേരിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് എന്നുള്ളത് ഒന്ന് പറയാനാട്ടോ. ഇതുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം പുതിയാപ്പിളക്കോര. ഇന്നിപ്പോൾ പൊതിച്ചോറിലേക്ക് ഈ പുതിയാപ്പിളക്കോര ഫ്രൈ ചെയ്ത് വെക്കാം. ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചത്. ഇത് ഫ്രൈ ആക്കിയാൽ നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇനി കുളി കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. ഞാൻ കുളിക്കാൻ പോണതിൻ്റെ മുന്നേ തന്നെ ഈ മീനൊക്കെ നന്നായിട്ട് കഴുകി അതിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാല ഓൾറെഡി ഞാൻ എൻ്റെ ഫ്രീസറിലുണ്ട്. ഞാൻ എപ്പോഴും ഉണ്ടാക്കി വെച്ചതാണത്. ഞാൻ എപ്പോഴെങ്കിലും ആവശ്യത്തിന് ഇതേപോലെ മീനൊക്കെ ആക്കുന്ന സമയത്ത് കുറച്ചധികം മറിച്ച് വെക്കും. നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് ഈസി ആവുക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുമ്പോഴാണ്. കൂടുതൽ പണി തോന്നുന്നത് ഇതേപോലെ ഓരോന്ന് അറേഞ്ച് ചെയ്യുമ്പോഴാണ്. ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കണമെങ്കിൽ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് അതെല്ലാം ഇങ്ങനെ പല സ്ഥലത്തു നിന്നായിട്ട് എടുത്ത് അരച്ച് ആക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര പണി പോലെ തോന്നുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ അരച്ച് കുറച്ചൊരു ബൗളിലാക്കി വെക്കും. അപ്പോൾ എന്നിട്ട് പിന്നെ ചിക്കനിലേക്കുള്ളതിലേക്ക് അതിൽ ഒരു കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ട് ആ സമയത്ത് ചേർക്കും. ഇതിന് രണ്ടിനും ഒരേ മസാല തന്നെ അരച്ചേക്കുന്നത്. ചിക്കനിലേക്കാകുമ്പോൾ കുറച്ച് ഗരം മസാല ഇട്ടിട്ട് ആ സമയത്ത് തേച്ച് വയ്ക്കുന്നു മാത്രം. അപ്പോൾ അതൊക്കെ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടാണ് കുളിക്കാൻ പോയത്. എന്നിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെച്ചു. ഇതിൽ നിന്ന് കുറച്ച് പുതിയാപ്പിളക്കോര എടുത്തിട്ടാണ് ഫ്രൈ ആക്കുന്നുള്ളൂ. ബാക്കി പിന്നെ വേറൊരു ദിവസം വറക്കാം. അപ്പോൾ അത് ആദ്യം തന്നെ ഫ്രീസറിൽ അങ്ങനെ വെച്ചാൽ ഐസൊന്നും ആവില്ല അപ്പോഴേക്കും. ഞാൻ കുളിച്ച് വരുന്ന നേരത്തല്ലേ ഉള്ളൂ. ഇത് ഞാൻ പയറുപ്പേരിക്കുള്ള പയറാണ് കേട്ടോ അരിഞ്ഞത്. അതിലേക്ക് ഞാൻ ഒരു വൻപയറിൻ്റെ അതിനേക്കാളും ചെറിയൊരു തരം പയറില്ലേ, അതിൻ്റെ പേര് എനിക്കറിയില്ല, അത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അത് കുതിർന്ന കാരണം ഇത് രണ്ടും കൂടി ഒരുമിച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ഒരേ വേവാണ്. ഇതിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റാണ് അതിന്. പയറുപ്പേരി മറ്റേതിങ്ങനെ ആ നീളത്തിലുള്ള പച്ച തണ്ട് മാത്രമല്ലേ കഴിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ മുൻപ് ഒക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിച്ചിരുന്നില്ലേ, ഇങ്ങനെ അതിൻ്റെ മണിപ്പയറൊക്കെ ആയിട്ടുള്ള പയറുപ്പേരിയൊക്കെ കഴിച്ചിരുന്നില്ലേ, അത് രണ്ടും കൂടിയിട്ട്. അപ്പോൾ ആ ഒരു നൊസ്റ്റു ഫീൽ കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യും. ഇപ്പോൾ കുറച്ച് മീൻ എടുത്തിട്ട് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഫ്രീസറിലേക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനി വേറൊരു ദിവസം ഫ്രൈ ആക്കാം. എൻ്റെ അടുത്ത് കുറേ പേര് ഇങ്ങനെ കമൻസിലൊക്കെ ചോദിക്കാറുണ്ട്, സാരി വീട്ടിലും ഇങ്ങനെ സാരി ഉടുത്തിട്ടാണോ നടക്കുക എന്നൊക്കെ. ഞാൻ പൊതുവേ എല്ലാ ഡ്രസ്സും ഞാൻ യൂസ് ചെയ്യും. സാരി എന്നല്ല,
നൈറ്റി, മറ്റേ ആ കോട്ടൺ മാക്സ് നൈറ്റി ഇല്ലേ, അതല്ലാത്ത എല്ലാ തരം ഡ്രസ്സും ഞാൻ ഉപയോഗിക്കും. എനിക്കെന്തോ നൈറ്റി ഇടുന്നത് ഇഷ്ടമല്ല, ആ കോട്ടൺ നൈറ്റി മാത്രം ഞാൻ ഇടില്ല, ബാക്കി എല്ലാതും ഞാൻ യൂസ് ചെയ്യും. പിന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഇങ്ങനെ ഞാൻ വീഡിയോ അല്ലെങ്കിലും ഞാനത് വീട്ടിൽ നടക്കുമ്പോൾ കുറച്ചൊക്കെ ഒരുങ്ങി നടക്കുന്ന ഒരു കൂട്ടത്തിലാണ്. കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് പൗഡറൊക്കെ ഇട്ട് അങ്ങനെയാണ് ഞാൻ വീട്ടിലും എപ്പോഴും ഉണ്ടായിരിക്കുക. മുൻപൊക്കെ എല്ലാവരും ചോദിക്കായിരുന്നു എങ്ങടെയും പോകാൻ നിൽക്കുകയാണോ എന്ന്. പിന്നെ അവർക്ക് മനസ്സിലായത് ഇങ്ങനെ തന്നെയാണെന്ന്. ഇതിലേക്ക് ഇങ്ങനെ പാത്രം വെക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇന്നൊരു കമൻറ്റ് വന്നിരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പൊതിച്ചോറിൻ്റെ ഒരു വീഡിയോ ആണ്, എന്നാലും കമൻറ്റ് വന്നപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞെടുക്കാം. അതിന് റിപ്ലൈ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല തോന്നുന്നു. അനിത എന്നാണ് പേരെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഇവിടെ വെച്ചത്? ഇത് ഹാങ് ചെയ്യുന്നതാണ് ശരിക്ക്, വേറെ ഒരു റോഡിൻ്റെ മുകളിൽ ഹാങ് ചെയ്യുന്നതാണ്. ഇത് ഐക്യേൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കമൻറ്റിന്, അപ്പോൾ അവർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കൂടെ ഒക്കെ പറയാം. ചിലപ്പോൾ ഇനി പിന്നീട് പറയാമെന്ന് വെച്ചിട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ മറന്നു പോകും. ചിലരൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ മറന്നിട്ടുണ്ടോ തോന്നുന്നു. ഞാൻ റിപ്ലൈ ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇതെങ്ങനെയാണെന്നറിയോ? ഇതിപ്പോൾ നമ്മൾ പണികളൊക്കെ ഏകദേശം അറിയാം. അപ്പോൾ ഇവിടെ ജനലാണ് വരിക. ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് ശരിക്കും ഒരു റോഡിൻ്റെ മുകളിലാണ് തൂക്കുക. അത് ഐക്യേന്ന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുക ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്കറിയാം ഇതോടെ റോഡ് കുറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ എവിടെയും വെക്കാൻ പറ്റില്ല. ഇവിടെ വലിയൊരു ജനലാണ് വരുന്നത്. പിന്നെ അപ്പുറത്തൊന്നും വെച്ചിട്ട് കാര്യമില്ല, ഇവിടെ അല്ലേ നമ്മൾ പാത്രം കഴുകി വയ്ക്കുന്നത്. അപ്പോൾ ആ റോഡ് വാങ്ങിച്ചില്ല. എന്നിട്ട് ഇത് നമുക്ക് ഇവിടെ ജനലിൻ്റെ കമ്പിയുടെ മുകളിൽ വെക്കാം. ഇതൊരു വൃത്തികേടൊന്നും ആവില്ല. ഇത് കാണാൻ ഭംഗിയുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ തൂക്കിയിട്ടാലും അതിനൊരു മോശം വരില്ല എന്ന് തോന്നി. അങ്ങനെ ഇത് കേബിൾ ടൈ ആണ്. ഇത് വെച്ചിട്ട് നമ്മളിവിടെ 2-3 അങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചതാണ്. ആ കേബിൾ ടൈ കാണിച്ചു തരാം. ഇത് വെച്ചിട്ട് ആണ് കേട്ടോ ഇത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു റിട്ടേൺ ആക്കി എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെയുള്ള സൗകര്യം ഉണ്ടെങ്കിൽ, പക്ഷേ ഇതിനോട് ഡയറക്റ്റ് ഇതിൻ്റെ മുകളിൽ ഹാങ് ചെയ്യാൻ പറ്റില്ല, ഈ കമ്പിയുടെ മുകളിൽ. അപ്പോൾ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് ഉണ്ടെങ്കിൽ അത് വീണ് പോകും. അപ്പോൾ ഇതിങ്ങനെ ടൈ ചെയ്ത് വെച്ചാൽ മനസ്സിലായാലും അപ്പോൾ ആ കുട്ടി കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇനി പയറുപ്പേരിക്കുള്ള ചെറിയ ഉള്ളി ചതച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് പയറുപ്പേരിക്ക് ഉള്ളിയും മുളകും ചതച്ചിട്ടിട്ട് ഉള്ള ഉപ്പേരി എന്നാണ് പറയുക. ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയും മുളകും ചതച്ചിട്ടിട്ട് വറുത്തിടുന്ന രീതി അധികം നാട്ടിലേക്ക് ഇല്ല തോന്നണു അല്ലേ? പിന്നെ ഇവിടെ ഈ പയറിങ്ങനെ അരിഞ്ഞിട്ടിട്ട് അതിൽ പച്ചമുളകും അരിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ജസ്റ്റ് കടുക് പൊട്ടിച്ച് മാത്രം ഇട്ടിട്ട് അങ്ങനെയും ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ മാങ്ങാ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഈ ഉള്ളിയും വറ്റൽമുളകും ഇല്ലേ, അതിങ്ങനെ കനലിൽ, സാധാരണ നമ്മൾ കനലിൽ കാണിക്കും അടുപ്പൊക്കെ ഉള്ള വിറകടുപ്പാണെങ്കിൽ. ഇതിപ്പോൾ ഞാൻ ഈ സ്റ്റൗവിൻ്റെ അവിടെ ഏതായാലും തീ കത്തില്ല, അപ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ കത്തിയുമ്പോൾ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് അതിങ്ങനെ തീയിലിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും. നമ്മൾ സാധാ ഉള്ളി വെറുതെ അങ്ങ് ചേർക്കണേക്കാളും ഒരു ടേസ്റ്റാണ് ഇതേപോലെ തീയിലൊന്ന് കാണിച്ച് ചുട്ടെടുക്കണ പോലെ തന്നെ ആ ടേസ്റ്റ് വരും. ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ കനലിൽ ചുട്ടാലേ ആ ടേസ്റ്റ് വരുമെന്നൊന്നുമില്ല. നമുക്ക് ഈ വിറകടുപ്പില്ലാത്തവർ ഓക്കെ ഇങ്ങനെയും ചെയ്താൽ ആ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതേപോലെ വറ്റൽമുളക് ഇങ്ങനെ കരിയാണ്ട് നോക്കിയാൽ മതി. ആ ചെറിയ ഇങ്ങനെ സിമ്മിലിട്ടിട്ട് അതിനടുത്തേക്ക് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കനലിലിട്ട പോലെ ഉള്ള പോലെ ആയിട്ട് കിട്ടും ചെയ്യും. ഈ ഉള്ളി അങ്ങനെ കിട്ടും, വറ്റൽമുളകും അങ്ങനെ കിട്ടും. ഞാൻ ചമ്മന്തിയൊക്കെ നമ്മൾ ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ ഇല്ലേ, അതൊക്കെ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത് മാങ്ങയിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കടുക് പൊട്ടിയിൽ നമ്മൾ ചുവന്നുള്ളി ചെറിയ ഉള്ളി ചതച്ചിട്ടുള്ളത് നന്നായിട്ട് അഴത്തിയത് മൂത്ത് വരില്ലേ, അപ്പോൾ ആ സമയത്ത് ഈ വറ്റൽമുളക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പൊടിയല്ല, ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിപ്പോൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്തത് പൊടിച്ചിട്ട് വേണം. അപ്പോൾ വേറെ ഇങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ കഴിയാറായല്ലോ എന്ന്. പിന്നെ വിചാരിച്ചു എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് അങ്ങനെ പൊടിച്ചതിലിട്ടാൽ മതിയല്ലോ, അപ്പോൾ കുപ്പിയൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അത് ആ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് തീ കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് കരിയില്ലേ ഈ മുളകൊക്കെ ഇടുമ്പോൾ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി
അത്രയേ ഉള്ളൂ പണി. അപ്പോൾ അതിങ്ങനെ ആദ്യം നമ്മൾ വേവിച്ച് വെച്ചതല്ലേ, അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് വെച്ചാൽ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ, അപ്പോൾ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് തന്നെയാണ്. പിന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കിയിരുത്താൽ മതി. അപ്പോഴേക്കും മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്, മീൻ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട്, അത് വാങ്ങിച്ചു വെച്ചു. ഇനി മാങ്ങ ചമ്മന്തി ഉണ്ടാക്കണം. മാങ്ങയ്ക്ക് വേണ്ട ചമ്മന്തിക്ക് വേണ്ട വറ്റൽമുളകും ചെറിയ ഉള്ളിയും ഞാൻ നേരത്തെ ഇങ്ങനെ തീയിൽ കാണിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ മുഴുവൻ എടുക്കുന്നില്ല, ഒരു മാങ്ങ ഫുള്ള് എടുക്കുന്നൊന്നും വേണ്ടല്ലോ, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അത് അധികം പുളിയില്ലാത്ത മാങ്ങ തന്നെയാണ്. അപ്പോൾ അതെല്ലാം തോല് ചെത്തിയിട്ട് മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് എടുത്തിട്ട് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ടല്ലേ പിന്നെ തേങ്ങ ചേർക്കണ്ടോ, അല്ലെങ്കിൽ മാങ്ങയൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് അരിഞ്ഞ് കിട്ടാൻ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരുമിച്ച് തേങ്ങയൊക്കെ ഇട്ടുണ്ടെങ്കിലും തേങ്ങ ഒരുപാട് അരിഞ്ഞു പോവില്ലേ. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിനുള്ള തേങ്ങ ചേർത്തെടുക്കുക. അത് നമ്മളുടെ ഇഷ്ടത്തിന്, പുളി കൂടുതലും കുറവൊക്കെ വേണ്ടവരുണ്ടായിരിക്കും, അതിനനുസരിച്ചിട്ട് തേങ്ങയുടെ അളവും ഒക്കെ ചേർത്തെടുക്കുക. ഇതൊക്കെ നമ്മളുടെ അളവിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരും വ്യത്യാസപ്പെടും. ഇൻഗ്രീഡിയൻസ് മാത്രം ഞാൻ അങ്ങനെ പറയണമെന്ന് മാത്രമല്ല, എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ചിലവരിതിൽ ഇഞ്ചി ഇടും, ഞാൻ ഇഞ്ചി ഇടുന്നില്ല. ചിലർ ചെറിയ ഉള്ളി ചേർക്കില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. പിന്നെ നമ്മളുടെ നാവിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർക്കുക, അളവൊക്കെ ഇങ്ങനെ വ്യത്യാസപ്പെടുത്തുക. അങ്ങനെ മാങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അതിനെ കുഞ്ഞു കുഞ്ഞു ബോളാക്കി വെക്കുകയാണ്. നമ്മളിങ്ങനെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ബോളാക്കി വെക്കില്ലേ, ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ വെക്കില്ലേ, അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു കൊതി വരുന്ന ഒരു ലുക്ക് കിട്ടുമല്ലോ അതിന്. ഇനിയിപ്പോൾ പൊതിച്ചോറിലേക്ക് മെയിനായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടല്ലോ, എന്താ പറയുക, അതിൽ മാസ്റ്റർ പീസ് ഐറ്റം ഓംലെറ്റ് അല്ലേ. നമ്മളിങ്ങനെ പൊതിച്ചോറിൻ്റെ ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു തുറക്കുന്ന സമയത്ത് തന്നെ ഒരു സ്മെല്ലുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2 ഐറ്റം തേങ്ങാ ചമ്മന്തിയും ഓംലെറ്റും ആണെന്ന് തോന്നുന്നു. സൂര്യൻ ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നു ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഓടി വന്ന് പറയും, അമ്മ ഓംലെറ്റ് വേണമെന്നില്ല, ഒരു ബുൾസൈ മതി. അപ്പോൾ പിന്നെ ഇതിലേക്ക് ബുൾസൈ ചേരില്ലല്ലോ. അപ്പോൾ അവൻ ശ്രദ്ധിച്ചിട്ടില്ല. അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്നോട് പറയും ബുൾസൈ മതിയെന്ന്. അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതിലേക്ക് ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വട്ടത്തിലരിഞ്ഞിട്ട്, പിന്നെ പച്ചമുളകും വട്ടത്തിലരിഞ്ഞത്, കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതായത് ഈ ഓംലെറ്റ് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എപ്പോഴാണ് വരുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കുറച്ചധികം വെളിച്ചെണ്ണ അങ്ങനെ മുന്നിട്ട് നിൽക്കണം. ആ ഓംലെറ്റ് അതിലിങ്ങനെ കിടന്നിട്ട് ആ വെളിച്ചെണ്ണയുടെ ഒരു മണവും അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി ഉണ്ടല്ലോ, അത് സൂപ്പറല്ലേ. ഇപ്പോൾ പൊതിച്ചോറിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട്, രാവിലെ വെച്ചതാണല്ലോ. പിന്നെ രാവിലെ ഏട്ടന് പോകുമ്പോൾ തന്നെ ഇതൊക്കെ ഉപ്പേരി ഞാൻ വേറെ വെച്ചിരുന്നത്, ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് വെച്ചിട്ടുണ്ടായിരുന്നു, ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യില്ലേ, അതാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ വെള്ളരിക്ക കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊതിച്ചോറിക്ക് അതൊന്നും ഒരു ചേർച്ചയില്ലാത്ത കാരണം ഞാനിത് പിന്നെ വേറെ ഉണ്ടാക്കിയതാണ് ഈ നേരത്ത്. ഇപ്പോൾ ഇലയൊക്കെ ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. കീറിയ ഇല കണ്ടില്ലേ, അത് കുഴപ്പമില്ല. അതിൻ്റെ അടിയിൽ ഞാൻ വേറെ ഇല കുടന്ന് വെച്ചിട്ടുണ്ട്. 2 കഷ്ണം വേറെ ഞാൻ വാട്ടിയിട്ട് അതിൻ്റെ അടിയിൽ ആ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്, ആ കീറിയ ഭാഗത്ത്. അപ്പോൾ പിന്നെ അതിങ്ങനെ പൊട്ടി വേറെ ഒന്നും ആവുമൊന്നുമില്ല. ഞാൻ ചോറിലേക്ക് മട്ടരിച്ചോറാണ്, അതിലേക്ക് നല്ല കട്ടി തൈരില്ലേ അതും ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തൈര് ഒഴിച്ചിട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം മീനും ഓംലെറ്റും ഒക്കെ അതൊക്കെ വല്ലാണ്ട് അങ്ങനെ തണുത്ത് അങ്ങനെ ആയിപ്പോവും. ഇത് കുറച്ച് തൈരേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, തൈരും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലല്ലേ. ഈ മട്ടരിച്ചോറിലേക്ക് നല്ല വെളിച്ചെണ്ണ കൂട്ടിയിട്ട് ഇതിങ്ങനെ വിളമ്പുമ്പോൾ ഓർമ്മ വന്ന്, വെളിച്ചെണ്ണ ഇല്ലേ, നല്ല നാടൻ വെളിച്ചെണ്ണ ഇങ്ങനെ ആട്ടിക്കൊടുന്നുള്ള അതിൽ ഉപ്പിട്ടിട്ട് കഴിച്ചു നോക്കിയിട്ടില്ലേ, നല്ല ടേസ്റ്റ് അല്ലേ അതും.
പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞാൻ നെയ്യ് കൂട്ടിയിട്ട് ഉപ്പിട്ടിട്ട് ചോറുണ്ണും, വെണ്ണ കൂട്ടിയിട്ട് ഞാൻ ചോറുണ്ണും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല വായിലിങ്ങനെ വെള്ളം വരും. എനിക്കും സൂര്യനുള്ള പൊതിച്ചോറാണ് കേട്ടോ അതിങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ചോറ് വിളമ്പി അതിൻ്റെ സൈഡിൽ ഉപ്പേരി വിളമ്പിയിട്ടുണ്ട്, പിന്നെ മാങ്ങ ചമ്മന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അന്ന് ഉണ്ടാക്കി വെച്ച ചെത്തുമാങ്ങയില്ലേ, അത് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഫ്രൈ ആക്കിയില്ലേ, മീൻ ഫ്രൈ ആക്കിയില്ലേ പുതിയാപ്പിളക്കോര, അതൊരു സൈഡിൽ ഇങ്ങനെ ഇരുത്തി വെച്ചിട്ടുണ്ട്. ഇനി ചോറിൻ്റെ മുകളിലായിട്ട് ഓംലെറ്റ് കൂടി വെച്ച് കൊടുക്കാം. ഇന്ന് ഈ പൊതിച്ചോറ് കണ്ടിട്ട് ആർക്കൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇന്ന് തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 11:30 സമയത്താവും ഇത് അപ്ലോഡ് ആക്കുക. അപ്പോൾ പോയിട്ട് ഇന്നിനിപ്പോൾ ഏതായാലും പൊതിച്ചോറുണ്ട് കഴിച്ചിട്ട്. ഇതിങ്ങനെ കാണുമ്പോൾ തോന്നും എല്ലാവർക്കും ഒരു പൊതിച്ചോറാവാം. അപ്പോൾ ആ ഇരിക്കുന്ന ചോറിനെയും ഉപ്പേരിനൊക്കെ ഇപ്പോൾ ഒരു ഇലയൊക്കെ വാട്ടിയിട്ട് പൊതിച്ചോറാക്കിയിട്ട് കഴിക്കും അല്ലേ. നമ്മളിങ്ങനെ പൊതിച്ചോറ് കെട്ടാനെടുക്കുന്ന ന്യൂസ് പേപ്പറില്ലേ, അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലിങ്ങനെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളൊക്കെ ഉണ്ടാവും ചില പേജസിൽ. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് വേറെ പേജാണ് എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തുറക്കണ സമയത്ത് അങ്ങനത്തെ ന്യൂസ് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിനൊരു സങ്കടം വരില്ലേ. ഇതായിരുന്നു ആ കീറിയ ഇല. അതിൻ്റെ അടിയിൽ ഞാൻ വേറെ ഇല, ചെറിയ ഇലച്ചീന്തില്ലേ, അത് വാട്ടിയിട്ട് 2 സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി പൊട്ടൊന്നുമില്ല. അങ്ങനെ 2 പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ട് നല്ല റാപ്പ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 റെഡി ആയിട്ട് അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഞാനും സൂര്യനും കൂടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അത് പൊതിച്ചോറാകുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കണമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നടക്കാം. ഇനിയൊരു 1:30 ആകുമ്പോൾ സമയത്ത് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ബേ വിൻഡോ കണ്ടില്ലേ, ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസാണ് കേട്ടോ വീട്ടിലെ. നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. അതിൻ്റെ ബാക്കിൽ നിറയെ ചെടികൾ ഇങ്ങനെ ആ മതിലില്ലേ, അവിടെ ഹാങ്ങിങ് പ്ലാന്റ് നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വെയിലിങ്ങനെ അധികമായപ്പോൾ ഒക്കെ കരിഞ്ഞു പോയി. ഇപ്പോൾ വേറെ ആ സെയിം ഹാങ്ങിങ് പ്ലാന്റ് തന്നെ ഇപ്പോൾ ചട്ടിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി മഴ വന്നിട്ട് അവിടെ വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഈ മതിലെല്ലാം കവർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കും അത്. അങ്ങനെ പൊതിച്ചോറൊക്കെ കെട്ടി വെച്ചതല്ലേ, ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു ചോറുണ്ണാൻ. അതിങ്ങനെ ആലോചിക്കുമ്പോൾ വേഗം കഴിക്കണമെന്നുണ്ട്. എന്നാൽ പൊതിച്ചോറ് കുറച്ച് നേരം ഇരിക്കും വേണമല്ലോ. സൂര്യനാണെങ്കിൽ ഇന്നേ വരെ കഴിച്ചിട്ടില്ല. ഇതുവരെ പൊതിച്ചോറൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇങ്ങനെ ലഞ്ച് ബോക്സിന് മുൻപ് ഇങ്ങനെ ഇതേപോലെ തൈരൊക്കെ ആക്കിയിട്ട് അതിൽ മുകളിൽ ഓംലെറ്റൊക്കെ വെച്ചിട്ട്, പക്ഷേ അതിങ്ങനെയൊന്നല്ല, ലഞ്ച് ബോക്സ് അല്ലേ, അങ്ങനെയൊക്കെയുള്ള ശീലം അവനുള്ളൂ. പൊതിച്ചോറ് ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. ന്യൂസ് പേപ്പർ ഇങ്ങനെ അഴിക്കുമ്പോൾ തന്നെ നല്ലൊരു മണം, ഇങ്ങനെ ആ വാട്ടിയ വാഴയിലയുടെ മണം ഉണ്ടല്ലോ, അതിലിങ്ങനെ ഓംലെറ്റും ചോറ്, തൈര് കൂട്ടിയുള്ള ചോറിൻ്റെ മുകളിൽ ഇതെല്ലാം കൂടി ഇങ്ങനെ വെച്ചതിൻ്റെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു മണം ഉണ്ടല്ലോ. ഇത് കണ്ടിട്ട് ആരൊക്കെ പൊതിച്ചോറുണ്ടായി കഴിച്ചു എന്നൊന്നും എന്നോട് പറയണം കേട്ടോ കമൻറ്റിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര പോരെ. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊന്നും ഇടാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.